എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ജെറൂസലേം വിശുദ്ധ നഗരം, ഒരു കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ സിരാകേന്ദ്രമെന്ന് വിശ്വസിച്ചിരുന്നിടം, എല്ലാ കാലത്തും ക്രിസ്തനുഭവത്തിൻ്റെയും രക്ഷാകര ചരിത്രത്തിൻ്റെയും കേന്ദ്രബിന്ദു. പരിശുദ്ധ അമ്മ ജനിക്കുന്നതും ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടുന്നതും ഉണ്ണീശോയെ പരിച്ഛേദനത്തിന് കൊണ്ടുവരുന്നതും 12-ാം വയസ്സിൽ കാണാതാകുന്നതും പിന്നീട് അങ്ങോട്ട് ഈശോ വളർന്നതിന് ശേഷം തിരുനാളുകൾക്ക് ദേവാലയത്തിലേക്ക് വരുന്നത്, അവിടെ പഠിപ്പിക്കുന്നത്, തർക്കിക്കുന്നത്, വിധവയുടെ നാണയം കാണുന്നത്, ഈ ദേവാലയം തകർത്താൽ 3 ദിവസം കൊണ്ട് ഇത് പടുത്തുയർത്തുമെന്ന് പറയുന്ന പ്രവചനം, അവിടെ നിന്ന് അങ്ങോട്ട് വിജയഘോഷയാത്രയായി ദേവാലയത്തിലേക്ക് കടന്നു വരുന്നതും കവർച്ചക്കാരെ തച്ചുടച്ച് ഓടിക്കുന്നതും പിന്നീട് അങ്ങോട്ട് ഗെത്സമനിയിലെ പ്രാർത്ഥനയും പെസഹ ആചരിക്കുന്നതും കാല് കഴുകുന്നതും ഒറ്റിക്കൊടുക്കപ്പെടുന്നതും പീഡാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും എല്ലാം ജെറുസലേമിലാണ് നടക്കുക. പുതിയ നിയമത്തിൽ ജെറുസലേമിനെ കുറിച്ച് പറയുക ഗ്രീക്ക് ഭാഷയിലെ യേരോസോളുമ, വിശുദ്ധ നഗരം. അത് അറബിക്കിൽ അൽ ഖുദ്സ്, ഹീബ്രുവിൽ ഈർ ഹക്കോദിഷ്, വിശുദ്ധമായ നഗരം. സമാധാനം എന്നാണ് സെമിറ്റിക് ഭാഷകളിൽ അർത്ഥം കൊടുക്കുക. ബൈബിളില് മെൽക്കിസദേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സേലമിലെ രാജാവായിരുന്ന മെൽക്കിസദേക്കിന് അബ്രാഹം ദശാംശം കൊടുക്കുന്നു. പിന്നീട് ജോഷുവായുടെ പുസ്തകത്തിൽ സമാധാനത്തിന്റെ നഗരം എന്നാണ് ജെറുസലേമിനെ കുറിച്ച് പറയുക. ദാവീദാണ് ജെറുസലേം കീഴടക്കുന്നത്. നിനക്കിവിടെ കടക്കാൻ പറ്റില്ല, കുരുടനും മുടന്തനും മതി നിന്നെ തടയാൻ എന്ന് പറഞ്ഞിരുന്ന ജബൂസ്യരുടെ നഗരം കീഴടക്കുന്നത് യോവാബും കൂട്ടരും വെള്ളത്തിന്റെ ഉറവയിലേക്ക് ഗീഹോൻ, ഉൽപ്പത്തി പുസ്തകത്തിലെ പറുദീസായിലെ 4 നദികളിൽ ഒന്നാണത്. അവിടേക്ക് ഇറങ്ങി നീർപ്പാത്തിയിലൂടെ കടന്ന് കവാടം തുറന്നിട്ടാണ് ജെറുസലേം അവർ കീഴടക്കുക. പിന്നീട് അങ്ങോട്ട് അത് ദാവീദിന്റെ നഗരമാണ്. 7 കൊല്ലം ഹെബ്രോണിൽ നിന്നും പിന്നീട് 33 കൊല്ലം ജെറുസലേമിൽ നിന്നും ദാവീദ് ഭരിക്കുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ചരിത്രം മുഴുവൻ നമുക്കറിയാം. സോളമൻ രാജാവ് ദേവാലയം പണിയുന്നതും പിന്നീട് പല കാലഘട്ടങ്ങളിലായിട്ട് കീഴടക്കപ്പെടുന്നതും നശിപ്പിക്കപ്പെടുന്നതും പടുത്തുയർത്തപ്പെടുന്നതുമായിട്ടുള്ള ഒരു ചരിത്രം. 52 തവണ ആക്രമിക്കപ്പെട്ട നഗരം, 44 തവണ കീഴടക്കപ്പെട്ട നഗരം, 23 തവണ ഉപരോധത്തിന് അടിപ്പെട്ട നഗരം. എങ്കിലും ഇന്നും ആ നഗരം വിളിച്ചോതുകയാണ് സമാധാനത്തിന്റെ നഗരമെന്ന്. മധ്യധരണ്യ അഴിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്റർ കയറിയാൽ ജെറുസലേമിലെത്തും. 2500 അടി ഉയരത്തിലുള്ള നഗരം. അവിടെ നിന്ന് ചാവുകടലിലോട്ട് 35 കിലോമീറ്റർ. ഈ നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് കെദ്രോൺ തോട്, തെക്ക് ഭാഗത്ത് ഹിന്നോൻ തോട്. ഇതിനെയാണ് നമ്മൾ ഗഹന്ന താഴ്വര എന്ന് വിളിക്കുന്നത്. ഗേഹന്നത്തിലെ തീ, സഹോദരനെ ദുഷ്ട എന്ന് വിളിക്കുന്നവൻ ചെന്ന് കിടക്കേണ്ട ഇടം. നടുക്ക് തെറാപ്പയോൺ. ഈ നടുക്കുള്ള ചാലാണ് പടിഞ്ഞാറേ കുന്നും കിഴക്കേ കുന്നുമായിട്ട് ഇതിനെ തിരിക്കുക. പടിഞ്ഞാറേ കുന്ന് സിയോൻ കുന്ന്, കിഴക്കേ കുന്ന് ദേവാലയം ഇരിക്കുന്ന മോറിയ മല, ദാവീദിന്റെ നഗരം ഇരിക്കുന്ന സ്ഥലം, ദേവാലയം ഇരിക്കുന്ന ഇടം. ജെറുസലേമിന് 1948 യുദ്ധം കഴിയുമ്പോഴും അറബികളുടെ കയ്യിലാണ് ഇരിക്കുക. അതിനുശേഷം 1967 7 ദിവസത്തെ യുദ്ധത്തിലാണ് ഇതിന്റെ പടിഞ്ഞാറേ ഭാഗം യഹൂദര് കീഴടക്കി അവരുടേതാക്കുന്നത്. ജെറുസലേം യഹൂദർക്കും അറബികൾക്കും പലസ്തീനക്കാർക്കും തലസ്ഥാന നഗരിയാണ്. യഹൂദരുടെ ക്നേസറ്റ്, പാർലമെന്റ്, സുപ്രീം കോടതി തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും ജെറുസലേമിലാണ്. അറബികളും തങ്ങളുടെ തലസ്ഥാന നഗരിയായിട്ട് ആഗ്രഹിക്കുന്നു. UN അത് എല്ലാവരുടെയും പൊതുവായിട്ടുള്ള നഗരമായിട്ട് പ്രഖ്യാപിക്കുന്നു. തർക്കങ്ങൾ തുടരുന്നു. ഏകദേശം 60% യഹൂദരും 40% അറബികളും അതിൽ 2% ക്രിസ്ത്യാനികളും താമസിക്കുന്ന ഒരു നഗരം. ഈ നഗരത്തിന് ഇന്നും സമാധാനത്തിന്റെ നഗരം എന്ന് തന്നെയാണ് പേര്. എത്രയൊക്കെ യുദ്ധങ്ങൾ നടന്നാലും അതിനപ്പുറത്ത് സമാധാനത്തിന് സാധ്യതയും പ്രതീക്ഷയുമുണ്ട് എന്ന് വിളിച്ചോതിക്കൊണ്ടിരിക്കുന്ന ഈ നഗരം നമ്മയും ക്ഷണിക്കുക. എല്ലാ യുദ്ധങ്ങൾക്കും അപ്പുറം യെരുശലായിം, 2 കുന്നുകളുടെ സമാധാന നഗരം, 2 അഭിപ്രായങ്ങളെ ഒന്നിപ്പിക്കുന്ന നഗരം. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളും എന്തൊക്കെ ചർച്ചകളും ഉണ്ടായാലും അതിൻ്റെയൊക്കെ അപ്പുറത്ത് സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ, സമാധാന രാജാവിനെ ആഘോഷിക്കാൻ
അതിനാണ് ക്രിസ്തുമസും ജെറുസലേമും നമ്മെ ക്ഷണിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാ